ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കീം എക്സാം റിവ്യൂ ആണ്. അപ്പോൾ ഇന്നായിരുന്നു എനിക്കെൻ്റെ കീം ഫാർമസി എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എക്സാം സെൻറ്റർ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ പ്ലസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെയാണ് നമുക്ക് എടുത്ത് വെക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ റഫ് ഷീറ്റിൽ യൂസ് ആക്കാനായിട്ടുള്ള പെന്നും പിന്നെ അഡ്മിറ്റ് കാർഡ്, ആധാർ കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ജസ്റ്റ് റിവൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു 2-3 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഞാൻ രാവിലെ പോണ വഴി കാറിൽ നിന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ നോട്ട്സ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിൽ. അപ്പോൾ ഏകദേശം ഒരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ എക്സാം സെൻറ്ററിൽ എത്തുന്നത് ഒരു 8:30 അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഉള്ളിലോട്ടുള്ളൊരു ക്യാമ്പസാണ്. അപ്പോൾ എക്സാം എഴുതാൻ കിട്ടിയ എക്സാം സെൻറ്റർ നോക്കുമ്പം എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ല അടിപൊളി ക്യാമ്പസ് തന്നെയാണ്. പക്ഷേ നമുക്കങ്ങനെ പോകാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേറിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ മലകളും അങ്ങനെയൊക്കെ കയറി പോണൊരു ഫീലായിരുന്നു. അപ്പോൾ ഞാൻ പോണ വഴിയായിരുന്നു എന്താ പറയുക, ബാക്കി നോക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ മെയിൻ ഇക്വേഷൻസും കുറച്ച് ഓർഗാനിക് റിയാക്ഷൻസൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ബാക്കി എല്ലാ സൗകര്യങ്ങളും നല്ല അടിപൊളിയായിരുന്നു. നല്ല ഇൻവിജിലേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മെയിൻ പോയിൻറ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പോർഷൻസൊക്കെ പഠിച്ചിട്ടായിരുന്നു എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഇന്നത്തെ ഷിഫ്റ്റ് അത്ര വലിയ ഡയറക്റ്റായിട്ട് തോന്നിയില്ല, കുറച്ചൊരു ടഫുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഷിഫ്റ്റിൽ കെമിസ്ട്രിയിലൊക്കെ കുറച്ച് ഓർഗാനിക് റിയാക്ഷൻസ് കുറച്ച് കൂടുതലുണ്ടോ എന്നൊരു ചെറിയ സംശയം. പിന്നെ അതേപോലെ തന്നെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാതെ ക്വസ്റ്റ്യൻസ് എൻ്റെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു 50 to 60 ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെയായിരുന്നു വലിയ ആഗ്രഹം. പക്ഷേ പറ്റിയില്ല. ഏകദേശം ഒരു 40 ക്വസ്റ്റ്യൻസിന് അറൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ച സ്കോറും റാങ്കും കിട്ടുമെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പേഴ്സൊക്കെ സോൾവ് ചെയ്തപ്പോൾ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ എക്സാം അത്ര റെഡി ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫാർമസി കീം എക്സാം എഴുതിയിട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ പറ്റുന്നവരാണെങ്കിൽ ലൈക്ക് നിങ്ങൾ മെൻഷൻ ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, ഈസി, മോഡറേറ്റ് ഒരു ഡിഫിക്കൽട്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ കീം എക്സാം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഏതായാലും അറ്റൻഡ് ചെയ്തുകൊണ്ട് തൃപ്തിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമമായ കാര്യം എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ ഒക്കെ പഠിച്ച് റിവിഷനൊക്കെ പറ്റുന്നിടത്തോളമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ദിവസം കാര്യത്തിലായിട്ട് രാവിലെ മുതൽ രാത്രി വരെ മെജോറിറ്റി ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തിരുന്നു. പക്ഷേ ഡയറക്റ്റായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു ഡിഫിക്കൽട്ടി എനിക്ക് ഇന്നത്തെ എക്സാമിൽ തോന്നി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ള എക്സാം റിവ്യൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ.